സ്വകാര്യ ബസ് ഉടമകൾ ബുധനാഴ്ച നടത്താനിരുന്ന പണിമുടക്ക് വേണ്ടെന്ന് വെച്ചു. ഗതാഗത മന്ത്രി VS ശിവകുമാറും സ്വകാര്യ ബസ് ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം. ജൂലൈ 15-ന് ബസ് ഉടമകളുമായി ചർച്ചയുണ്ടെന്നും അവർ മുന്നോട്ട് വെച്ച ബസ് ചാർജ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്യുമെന്നും മന്ത്രി VS ശിവകുമാർ അറിയിച്ചു. ഡീസൽ വിലയിലുണ്ടായ വർധനവിനെ തുടർന്ന് ബസ് ചാർജ് കൂട്ടണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ 8 യൂണിയനുകളടങ്ങിയ സംയുക്ത സമരസമിതി ബുധനാഴ്ച സൂചനാ പണിമുടക്കിനെ ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച ഗതാഗത മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് പുനഃക്രമീകരിക്കുക, ബസ്സുകളിൽ പുതുതായി ക്രമീകരിക്കേണ്ട ന്യൂമാറ്റിക് വാതിലുകൾക്കുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബസ്സുടമകൾ പ്രധാനമായും മുന്നോട്ട് വച്ചത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ ആനുപാതികമല്ലാത്ത ഇളവുകളാണുള്ളതെന്നും 1994-ൽ പേ റിവിഷൻ കമ്മിറ്റി നിശ്ചയിച്ച നിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും കൂലി ഈടാക്കുന്നതെന്നും ബസ്സുടമകൾ മന്ത്രിയെ അറിയിച്ചു. പഴയ നിരക്കിനെ ഇപ്പോഴത്തെ നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 12.5% മാത്രമാണ് വിദ്യാർത്ഥി കൺസെഷനിലൂടെ ഇപ്പോൾ ലഭിക്കുന്നതെന്നും അവർ പറഞ്ഞു. ഈ നിരക്ക് പുനർനിർണയിക്കണമെന്നായിരുന്നു ബസ്സുടമകളുടെ ആവശ്യം. ജൂലൈ 1 മുതൽ രജിസ്റ്റർ ചെയ്യുന്ന ബസ്സുകൾക്ക് ന്യൂമാറ്റിക് വാതിലുകൾ ഘടിപ്പിച്ചിരിക്കണമെന്നും നിലവിൽ പെർമിറ്റുള്ള പഴയ ബസ്സുകൾക്ക് 1 വർഷത്തിനുള്ളിൽ ഇവ നിർബന്ധമാക്കിയിരിക്കണമെന്നുള്ള നിബന്ധനയിൽ ഇളവ് വരുത്തണമെന്നായിരുന്നു മറ്റൊരാവശ്യം. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനം കൈക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നാണ് മന്ത്രി VS ശിവകുമാർ അറിയിച്ചത്.